ഇന്ന് നമുക്ക് അതിഥിയായിട്ട് വരുന്നത് ഇന്നത്തെ വിഷയം ഇന്ന് നമ്മളെ കേരളത്തിന് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ്. ആരുമല്ല, നമ്മളുടെ മുതിർന്ന പത്രപ്രവർത്തകനും ബിമാക് എന്നുള്ളതിൻ്റെ സ്ഥാപകനും ആയിട്ടുള്ള ഏലിയാസ് ജോൺ സാറാണ്. സർ, നമസ്കാരം. നമസ്കാരം. സന്തോഷമുണ്ട് വത്സാമണിയെ പോലെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകയോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ശംഖുമുഖം ബീച്ച് ഇനിയും പോവാൻ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഇതൊരു ലോകം മുഴുവൻ നടക്കുന്ന പ്രതിഭാസമാണ്. എനിക്ക് ഞാൻ ഒരു ഡിബേറ്റിനൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോകും. കടലിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണ്. ഒന്ന് ആർട്ടിക്കിൽ മെൽറ്റ് ചെയ്യുന്നു, അന്റാർട്ടിക്കയിൽ മെൽറ്റ് ചെയ്യുന്നു. ഏകദേശം ഫ്രാൻസിന് തുല്യമായ വലുപ്പമുള്ള ഒരു ഐസ് ഇങ്ങനെ ഒഴുകി നടക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത്രയും കട്ടിയുള്ള ഒരു ഭൂപ്രദേശം പോലുള്ള ഐസ് മെൽറ്റ് ചെയ്ത് വരണമെങ്കിൽ അത്ര അധികം ചൂട് ഭൂമിക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ആ ചൂടിനെ കുറിച്ച് നമ്മളിപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഓഖി നടന്നപ്പോൾ, ഓഖിയെക്കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതാൻ വേണ്ടി അതിൻ്റെ പഠനം നടത്തിയപ്പോൾ ആ സമയത്ത് കടലിൻ്റെ ഉപരിതലത്തിലെ ചൂട് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരുന്നു. പിന്നീട് വന്ന ടൗട്ടെ എന്ന് പറയുന്ന തൊട്ടടുത്ത് വന്ന വേറൊരു ചുഴലിക്കാറ്റ്, ആ സമയത്ത് 31 ഡിഗ്രി ആയി ചൂട്. അപ്പോൾ ഈ ചൂടും ചുഴലിയും എന്നുള്ള ബന്ധം എന്താണ്? ചുഴലിയുടെ ആ ശക്തി ആർജിക്കുന്നത്, അവന് ഒരു മൈറ്റി ഫോഴ്സായിട്ട് രൂപം കൊള്ളുന്നതിന് എനർജി കിട്ടുന്നത് സമുദ്ര ഉപരിതലത്തിലെ ചൂടാണ്. അപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ മേക്കിംഗ്. ഞാൻ പറയും, ഇപ്പോൾ 2 or 3 ചുഴലിയുടെ മേക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കടലിൽ ഈ ചൂട് കാരണം എവിടെയൊക്കെയോ ഈ ലോ പ്രഷർ ഇപ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ തുടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനിയുള്ള മാസങ്ങളിൽ അത് പ്രതീക്ഷിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കടലിൻ്റെ ഈ മെൽറ്റിംഗ് കാരണം, അന്റാർട്ടിക്കയിലെയും ആർട്ടിക്കയിലെയും ഒക്കെ മെൽറ്റിംഗ് കാരണം ജലത്തിൻ്റെ അളവ് കൂടുന്നു. തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു പുതിയ ടെർമിനോളജി നമ്മളിപ്പോൾ പഠിക്കുന്നുണ്ട്. ഈ നേരത്തെ ഇത്രയും ചൂടില്ല, അതുകൊണ്ട് ജലം ഇങ്ങനെ വലുതാകുന്നു, അതിൻ്റെ വോളിയം കൂടുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പുതിയ ഒരു സയന്റിഫിക് നോമാണ്. ഇത്രയും ചൂട് വരുമ്പോൾ ഇത്രയും വോളിയം കൂടുന്നു, ഈ വെള്ളം എങ്ങോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള 2-3 കാരണങ്ങൾ കാരണം നമ്മുടെ സമുദ്രത്തിൻ്റെ ജലത്തിൻ്റെ അളവ് കൂടുമ്പോൾ പഴയ പഴഞ്ചൊല്ലുണ്ടല്ലോ, താഴ്ന്ന നിലത്തെ നീരൊഴുകും. അപ്പോൾ എവിടെയാണോ വെള്ളത്തിന് വരാൻ പറ്റുന്ന പ്രദേശം അവിടെ അത് വരുന്നു. ഇത് ശംഖുമുഖത്ത് താരതമ്യേന എല്ലാവർക്കും എന്താ വേണ്ട, അവിടെ കടൽഭിത്തി പണിയാൻ ആരും സമ്മതിക്കില്ല. എല്ലാവർക്കും വിശാലമായിട്ട് ബീച്ചിൽ വന്നിരിക്കുന്നത്. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാവരുടെയും ആഗ്രഹമാണ് അത്രയും സ്ഥലമെങ്കിലും പാറകളില്ലാതെ ഒരു. അപ്പോൾ കടൽ നോക്കുമ്പോൾ എന്താണ്, നല്ലൊരു സ്ഥലമാണ്, പാറയൊന്നും ഇല്ലാതെ തുറന്നു കിട, എന്നാ അങ്ങോട്ട് കയറിക്കളയാം എന്ന് കടൽ തീരുമാനിച്ചാൽ നമുക്ക് കടലിനെ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളെല്ലായിടത്തും അടച്ചു വെച്ചിരിക്കുന്നു, അപ്പുറവും ഇപ്പുറവും. എൻ്റെ ഗ്രാമത്തിൻ്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന വലിയ തോപ്പിൻ്റെ ഇടതുവശത്ത് ഈ കടൽ ഭിത്തി വന്ന് അവസാനിക്കുകയാണ്. തൊട്ടടുത്ത ഗ്രാമം എന്ന് പറയുന്ന കണ്ണാന്തുറ എന്ന് പറയുന്ന ഗ്രാമമാണ്, വെട്ടുകാടിന് ഇപ്പുറമുള്ള. അവിടെ നിന്നും ഒരു കടൽ ഭിത്തി വന്ന് നമ്മുടെ വടക്കേ കൊട്ടാരത്തിൻ്റെ പടിഞ്ഞാറ് ആ കടൽ ഭിത്തി അവസാനിക്കുകയാണ്. അപ്പൊ കടൽ നോക്കുമ്പോൾ എന്താണ്, 2 തടസ്സം. ഒരു തടസ്സവും ഇല്ലാത്ത ശംഖുമുഖത്ത് കുറച്ച് ബീച്ചുണ്ട്, എന്നാൽ നമുക്കിവിടെ കയറി അങ്ങ് മേഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ ഈ സിമ്പിൾ വെള്ളത്തിന്റെ അളവ് കൂടുമ്പോൾ എവിടെയാണ് ഇച്ചിരി തുറന്നു കിടക്കുന്നത് അവിടെ കയറാനുള്ള ടെൻഡൻസി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ശംഖുമുഖത്ത്. അപ്പോൾ അത് വിഴിഞ്ഞം പദ്ധതി വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇനി അത് അടച്ചു പൂട്ടിയാലും ബ്രേക്ക് വാട്ടറെല്ലാം എടുത്തു കളഞ്ഞാലും ഈ കടൽ കയറ്റത്തെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ എല്ലാം ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം, അത് കാരണം ഉണ്ടാകുന്ന പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന മാറ്റം, ഗ്ലോബൽ വാർമിംഗ് എല്ലാം കാരണം വെള്ളം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം എല്ലായിടത്തും കയറും. ഇതിൻ്റെ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സാധനം, 3 സെന്റിമീറ്റർ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കാം. ജലാംശത്തിൽ 3 മില്ലിമീറ്റർ ആണെന്ന് തോന്നുന്നു. 3 മില്ലിമീറ്റർ കടൽ ജലനിരപ്പ് ഉയർന്നാൽ, ഈ തെർമൽ എക്സ്പാൻഷനും ഗ്ലേഷ്യറും ഒക്കെ കാരണം 3 മില്ലിമീറ്റർ ഉയർന്നാൽ 17 മീറ്റർ കര പോകും. സിമ്പിൾ അല്ലേ? നമ്മളൊരു വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് ആ വെള്ളം അങ്ങനെ ഒഴുകി അങ്ങോട്ട് കയറുമല്ലോ. അപ്പോൾ അതിൻ്റെ കൃത്യം ഇതാണ്, 17 മീറ്റർ കര പോകും. അപ്പോൾ ഇത്രയും വെള്ളം അല്പം ഉയർന്നാൽ ഇത്രയും കര പോകും. ഇങ്ങനെയാണ് ലോകം മുഴുവൻ, ഈ കര മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനില്ലാന്ന് പറയുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ സമാന്തര പാത, സ്ട്രെയിറ്റ് പാതയിൽ ഒരു ഇന്റർവെൻഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇമ്പാക്റ്റ് ഉണ്ടാകും.
ഈ പറയുന്ന വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ എ ലഗൂൺ, ഇറ്റ് ഇസ് ഇൻ എ ബേ. അപ്പോൾ അതുകൊണ്ട് ഇത് സെഡിമെന്റ് സെൽ, സബ് സെഡിമെന്റ് സെൽ എന്ന് പറയും അവരുടെ ഭാഷയിൽ. അത് സെൽഫ് പ്രൊട്ടക്റ്റഡ് ആണ്. അതിൻ്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമ്പാക്റ്റ് പുറത്തോട്ട് വരുന്നില്ല. അത് സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. അവിടെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. ആ തൊട്ടടുത്ത് കിടക്കുന്ന മത്സ്യബന്ധന തുറമുഖത്തിനെ പോലും ഇപ്പോൾ ബാധിക്കുന്നില്ല എന്നുള്ളത് മത്സ്യത്തൊഴിലാളികൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്കിപ്പോൾ താരതമ്യേന പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് പറയുന്നത് അവരുടെ ആ തീരം. ഓക്കെ, എന്തായാലും വിഴിഞ്ഞത്ത് ഈ പറഞ്ഞതുപോലെ ശംഖുമുഖം തീരം ഇനിയും പോകാൻ സാധ്യതയുണ്ട്. അതൊരു ഓപ്പൺ സ്പേസ് ആണ്. അത് നിലനിർത്തണമെങ്കിൽ ബീച്ച് നറിഷ്മെന്റ് പോലുള്ള പെർമനന്റ് സൊല്യൂഷൻസ് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശംഖുമുഖം ബീച്ചും പോകും, ശംഖുമുഖം കൊട്ടാരവും പോകും, നമ്മുടെ എല്ലാ പൈതൃകവും കൽമണ്ഡപങ്ങളും എല്ലാം പോകും. എയർപോർട്ട് റോഡ് വീണ്ടും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇതാണ് ശംഖുമുഖവുമായി ബന്ധപ്പെട്ട എൻ്റെ അറിവിലുള്ള വിവരങ്ങൾ. പിന്നെ സർ, ഇപ്പം ഒരു പ്രതിഭാസത്തിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, കള്ളക്കടൽ. അതെന്താണ്? അത് നമ്മൾ തന്നെയാണ് വില്ലന്മാർ, നമ്മളാണ്, ഈ മാധ്യമ സമൂഹമാണ്. നമ്മളൊരു വിഷയം പഠിക്കത്തില്ല. അതെ, എല്ലാവരും ഈ കള്ളക്കടലിനുള്ളത് മാത്രം പറയും. എന്താണ്? അത്ര സിമ്പിൾ അല്ല ഈ വിഷയം, അത്ര സിമ്പിൾ അല്ല ഈ വിഷയം. ഇതിനു മുമ്പ് ഒരു കള്ളക്കടലുണ്ടായി. എനിക്കൊന്ന് 1 മാസം മുമ്പ് ഒരു കള്ളക്കടൽ എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഞാൻ അതിൻ്റെ എന്താണ് എൻ്റെ യഥാർത്ഥ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്ന് ആലോചിച്ചപ്പോൾ, അന്റാർട്ടിക്കയിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടു. അന്റാർട്ടിക്കയിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടുകയും അത് സൗത്ത് ആഫ്രിക്ക ചുറ്റി സഞ്ചരിക്കുകയും ചെയ്ത് നമ്മുടെ ഇവിടെ വന്ന ആ ന്യൂനമർദ്ദത്തിൻ്റെ ഇമ്പാക്റ്റാണ് ഈ പറയുന്ന കള്ളക്കടലെന്ന് നമ്മൾ പേരിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ ജീവിതം ഈ പ്രകൃതിയെ വല്ലാതെ ദ്രോഹിച്ചിരിക്കുക. കടൽ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. പിന്നെ അന്തരീക്ഷം ഒക്കെ ആയിട്ട് ഫോസിൽ ഫ്യൂവലിൻ്റെ അമിത ഉപയോഗം എല്ലാം കൊണ്ട് കടലിൻ്റെ ജൈവഘടന മുഴുവൻ തകരുകയും അന്റാർട്ടിക്കയിൽ ഫോം ചെയ്ത ഒരു ന്യൂനമർദ്ദം ആയത് കാരണം നമുക്കാരെയും നമ്മളെ ഒന്നും ബാധിക്കത്തില്ല. അത് അങ്ങ് അറ്റമല്ലേ. ഇവിടെ ഒരു വാണിംഗും മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തില്ല, നമ്മുടെ കാലാവസ്ഥ വകുപ്പ് കൊടുത്തില്ല, ആരും കൊടുത്തില്ല. അതിങ്ങനെ പതുക്കെ സഞ്ചരിച്ച് ഉണ്ടാക്കിയ ഒരു സാധനം എവിടെയെങ്കിലും ഒറിജിനേറ്റ് ചെയ്താൽ അതിൻ്റെ എനർജി ഏതെങ്കിലും തീരത്ത് റിലീസ് ചെയ്യാതെ അത് അവസാനിക്കില്ല. അങ്ങനെയാണ് നമ്മുടെ തീരത്ത് അതിൻ്റെ കുറച്ച് എനർജി റിലീസ് ചെയ്തപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ അതിനൊരു പേരിട്ട് വിളിച്ചു കള്ളക്കടൽ. ഇനി ഇത്തവണ കള്ളക്കടലിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒറിജിൻ പറയും. അല്ലാതെ ഇത് കള്ളക്കടലൊന്നുമല്ല. ഇതിനെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. ഇതെല്ലാം ന്യൂനമർദ്ദം പോലുള്ള ഈ പ്രതിഭാസങ്ങളുടെ പ്രതിഫലനമാണ് നമ്മുടെ തീരങ്ങളിൽ സംഭവിക്കുന്നത്. അപ്പോൾ അത് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് ജനങ്ങളെ സത്യം അറിയിക്കേണ്ട നമ്മളെ രണ്ടുപേരെയും പോലുള്ളവർ നമുക്ക് വളരെ പെട്ടെന്നൊരു ഉത്തരം കിട്ടണം. ആ ഉത്തരം എടുത്ത് നമ്മൾ ജനങ്ങൾക്ക് നിരത്തി വെച്ചു കൊടുത്തിട്ട് നമ്മൾ പോയി കിടന്നുറങ്ങും. പ്രതി ജനമല്ല, പ്രതി നമ്മളാണ്. ഇപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടല്ലോ, അതും ഈ കടലിന്റെ പ്രതിഭാസമായിട്ട് എന്തെങ്കിലും? ഒരുപാട് ബന്ധമുണ്ട്. ചെറിയ ബന്ധങ്ങളൊന്നുമല്ല, ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഈ കാലാവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, ചൂട്. ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഓഖിയിലെ ചൂട് പഠിക്കാൻ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ പഠിക്കുന്നത്? ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രവർത്തനം കാരണം കാലാവസ്ഥ മാറ്റം ഉണ്ടാകുന്നത് കാരണം ഹിമാലയത്തിൽ ഒരു കുട്ടി ഒരു മിഠായി കഴിച്ചിട്ട് അതിൻ്റെ പേപ്പർ അവിടെ കളഞ്ഞാൽ നമ്മുടെ കടലിലെത്തും. അപ്പൊ ലോകത്ത് എവിടെ ആരെന്തുപയോഗിച്ച് പുറന്തള്ളിയാലും അതിൻ്റെ മുഴുവൻ ഇമ്പാക്റ്റ് സഹിക്കുന്നത് കടലാണ്. ഇനി ഏറ്റവും കൂടുതൽ കാർബൺ വലിച്ചിരുന്ന കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറയും. നമ്മൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യർ പുറപ്പെടുവിക്കുന്ന കാർബൺ, വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്ന കാർബൺ, ഫാക്ടറികൾ പുറപ്പെടുവിക്കുന്ന കാർബൺ, ഇതിനെല്ലാം ഏറ്റവും കൂടുതൽ ആഗീകരണം ചെയ്തിരുന്ന ചില മൈന്യൂട്ട് ജീവജാലങ്ങളുണ്ട് കടലിൽ. ആൽഗിയ പോലുള്ള ചില ജീവജാലങ്ങളുണ്ട്. ഇവയായിരുന്നു നമ്മളെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് കുറച്ചു കാലം വരെയും. പക്ഷെ ഇവയുടെ മുഴുവൻ ജൈവഘടന ഈ പ്ലാസ്റ്റിക്കുകൾ, പ്ലാങ്ക്ടൺസിനെ മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അമിത സാന്നിധ്യം അവയുടെ പ്രവർത്തനത്തെ മുഴുവൻ തകരാറിലാക്കുകയും ആ പ്ലാങ്ക്ടൺസിന് ഇതൊന്നും വലിച്ചെടുക്കാനുള്ള ശേഷി ഇല്ലാതാവുകയും ചെയ്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രസൻസ് അന്തരീക്ഷത്തിൽ കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു ചെറിയ എളിവ്. അതാണ് ഈ കുമ്പാരമേഘമായിട്ടും ചുഴലിക്കാറ്റുകളായിട്ടും മറ്റു കാറ്റുകളായും ഒക്കെ നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു യൂണിറ്റ് ഏരിയ നമുക്ക് പണ്ട് നമ്മൾ ഈ മഴയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഒരു മഴ തുടങ്ങിയാൽ ഒരു വലിയ പ്രദേശത്ത് നമ്മൾ മഴ. ഇപ്പം നമ്മൾ സിറ്റിയിൽ നിന്ന് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി
പേട്ട എത്തുമ്പോഴത്തേക്കും മഴയില്ല. അപ്പൊ നമ്മളെ ആളുകൾ വിചിത്രമായിട്ട് നോക്കും, ഇവൻ എന്തോടെ ചന്ദ്രൻ ഇറങ്ങി വന്നിരിക്കുകയാണ് ഈ ചൂടില് ഈ ജാക്കറ്റൊക്കെ ഇട്ട്. പേട്ട സ്റ്റാച്യൂവിൽ മഴ പെയ്തിട്ടാണ് ഞാൻ എടുത്ത് ഇട്ടത്. പേട്ടയിൽ എത്തിയപ്പോൾ മഴയില്ല. ദിസ് ഇസ് കോൾഡ് കുംഭാരമേഘം. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു യൂണിറ്റ് ഏരിയയിൽ ഒരു വലിയ ഏരിയയിൽ പെയ്യേണ്ട മഴ ഒരു ചെറിയ ഏരിയയിൽ അങ്ങ് പെയ്യുന്നു. അത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു വലിയ പുതിയ പ്രതിഭാസമാണ്. അതാണ് നമ്മുടെ മലയിൽ ഇത് പെയ്താൽ മണ്ണും എല്ലാം കൂടെ പാറയും എല്ലാം കൂടെ ഇടിച്ച് ആൾനാശവും വീടുകൾക്ക് നാശവും ഉണ്ടാക്കുന്ന പ്രതിഭാസം ഇത് കാരണമാണ്. ഇപ്പൊ പണ്ടത് ടോട്ടലി വിന്യസിക്കപ്പെട്ടിരുന്ന ഒരു മഴ ഇന്ന് ചില പ്രത്യേക കേന്ദ്രങ്ങളിലായിട്ട് മാത്രമായിട്ട് ചുരുക്കപ്പെടുന്നതിൻ്റെ അപകടമാണ് നമ്മൾ. അപ്പോൾ ഇത് കടലിൽ പെയ്താലും കരയിൽ പെയ്താലും ഒക്കെ ഈ നമ്മുടെ ഈ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ അനുഭവിക്കേണ്ട ഒരുപാട് ദുരന്തങ്ങളാണ്. ഈ ഓഖിയുടെ സമയത്ത് ഞാൻ പഠിച്ചപ്പോൾ ഒരു ചെറിയ 1 ഡിഗ്രി ഓഖിയുടെ കാറ്റ് 1 ഡിഗ്രി മാറി സഞ്ചരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ കേരള കൗമുദി ഉൾപ്പെടെ വേൾഡ് ഇസ് ഫ്ലാറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, വേൾഡ് ഇസ് ഫ്ലാറ്റ്. അതുപോലെ നമ്മുടെ നഗരം മുഴുവൻ ഫ്ലാറ്റ് ആകുമായിരുന്നു. ഭാഗ്യവശാൽ ആ ചുഴലി കടലിൽ കൂടെ പോയതുകൊണ്ട് തീരക്കടലിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ 151ഓളം പേർ നമ്മുടെ തീരത്ത് മരണപ്പെട്ടു. അപ്പോൾ എല്ലാ കാലത്തും അങ്ങനെ സഞ്ചരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി വരുന്ന ഈ പറയുന്ന ലോ പ്രഷറിന്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് സംസാരിക്കുന്ന ഈ സ്റ്റുഡിയോ കെട്ടിടം ഉൾപ്പെടെ ഫ്ലാറ്റ് ആവും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും, ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട്, വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും, സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിന് പറയുന്ന മെഷേഴ്സ്, അതിനെ ലഘൂകരിക്കാൻ കഴിയുന്ന മെഷേഴ്സ് നമ്മൾ മറ്റു സൈഡിൽ എടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് കണ്ടെയ്ൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളിലോട്ട് നമ്മൾ തന്നെ ബോധപൂർവം അത്തരം പ്രവർത്തനങ്ങളും ആരംഭിച്ചിരിക്കുന്നത്. അതൊരു വേറൊരു വലിയ വിഷയമാണ്. നമുക്ക് ഇനിയൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.